എല്ലാവർക്കും നമസ്കാരം. എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നാളെ നമ്മുടെ NOS+2 വിദ്യാർത്ഥികളുടെ കൊമേഴ്സ് എടുത്തിട്ടുള്ളവരുടെ അക്കൗണ്ടൻസിന്റെ എക്സാം ആണ്. ഈ ഒരു അക്കൗണ്ടൻസിന്റെ എക്സാമിന് പോകുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു ടെൻഷൻ ഉണ്ടാകും. കാരണം കാൽക്കുലേറ്ററോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മുടെ ഈ ഒരു എക്സാമിന്. അപ്പം സ്വാഭാവികമായിട്ടും കൊമേഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ടെൻഷൻ ആണെന്ന് അറിയാം. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നാളെ ഇപ്പോൾ +2 സയൻസ് ഗ്രൂപ്പുകാർക്ക് ബയോളജിയാണ് എക്സാം. ബയോളജി തിയറി ആയതുകൊണ്ട് അത്ര പേടിക്കാനായിട്ടൊന്നുമില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പൊ ഞാനിന്ന് കൊമേഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അക്കൗണ്ടൻസി നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ഒരു പേപ്പർ ആയിട്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തിയറി ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തിയറി നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ പ്രോബ്ലംസ് ചോദിക്കില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും, പക്ഷെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ അക്കൗണ്ടൻസിന്റെ എക്സാം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ തിയറി ആയിരിക്കും കൂടുതൽ ചോദിക്കുക. അതുകൊണ്ട് തിയറി നന്നായിട്ട് പഠിച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോ തിയറി എഴുതുന്നതാണെങ്കിലും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഹെഡിങ്സ് ഒക്കെ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് ജസ്റ്റ് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ജസ്റ്റ് ടേബിൾസ് ഒക്കെ ഒന്ന് വരച്ചിട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ആരും ഒക്കെ കൊടുത്തൊന്ന് എഴുതി വെക്കാം. പിന്നെ പോയിന്റ് വൈസ് ആയിട്ടുള്ള രീതി തന്നെ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരു ബോക്സിനുള്ളിൽ വരച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോ ഇക്വേഷൻസ് ഓരോ ലെറ്റർ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൊടുക്കണം. അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ട് കളയാതെ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ അതായത് നമ്മുടെ എന്താണ് പ്രോബ്ലംസ് ചോദിച്ചാലും ഇപ്പൊ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് ടേബിളൊക്കെ വരച്ച് ഓരോന്നും ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്ന നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വരച്ചെഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ആൻസർ തെറ്റിപ്പോയാലും കുഴപ്പമില്ല, പക്ഷെ ആ വരച്ചെഴുതി ഇപ്പൊ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അതിനകത്ത് ഒരു 2.5 മാർക്കെങ്കിലും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ ഇപ്പൊ പ്രോബ്ലം കാണുമ്പോഴത്തേനും അയ്യോ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞല്ല ഇരിക്കണ്ടേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ജസ്റ്റ് പേപ്പറിനകത്തോട്ടൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ തിയറി ഒക്കെ എഴുതുമ്പോഴത്തേനും പോയിന്റ് വൈസ് ആയിട്ട് എഴുതണം. ജസ്റ്റ് പിക്ചർ ഒക്കെ ഒന്ന് വരയ്ക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇക്വേഷൻസ് ബോക്സിനുള്ളിൽ വരച്ചിട്ടിട്ട് അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു രീതിയിലൊക്കെ വേണം എക്സാം എഴുതാനായിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. പിന്നെ MCQ ടൈപ്പ് ചോദ്യങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കി കറക്റ്റ് ആയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ ആൻസേഴ്സ് എഴുതി കൊടുക്കാനായിട്ട്. തിയറി നന്നായിട്ട് എഴുതി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നാളത്തെ അക്കൗണ്ടൻസിന്റെ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ എക്കണോമിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ ഈ ഒരു രീതി ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സയൻസുകാർ ഒഴിവാക്കിയതല്ല. സയൻസുകാർ ബയോളജിയാണ് എക്സാം എന്ന് എനിക്കറിയാം. അപ്പൊ ബയോളജി ആണെങ്കിലും നിങ്ങൾക്ക് പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് കൂടുതലായിട്ടും വരച്ചെഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടയാളപ്പെടുത്താനും ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ അതനുസരിച്ച് അതായത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക സയൻസുകാർ. ഓക്കെ, ബയോളജി നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതുക. അപ്പൊ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട എന്ന അർത്ഥം. ഓക്കെ, അപ്പം എന്താ കുറെ പേര് ടെൻഷൻ അടിച്ചിരിക്കുന്നറിയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പൊ നിർത്തുന്നു. NOS സംബന്ധിച്ചുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.